ബി.ജെ.പി ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച സമീപനം വികസനമായിരുന്നു. രാജീവ് ചന്ദ്രശേഖരൻ കൈക്കൊണ്ട നല്ല ഒരു തീരുമാനമാണ് വികസനമായിരുന്നു. അവർ ഈ സ്വർണ്ണപ്പാളിയുടെ പുറകെ പോയില്ല. പണ്ട് യുവതി പ്രവേശനത്തിന് വേണ്ടി അവർ പോയി 2019 അവർക്കൊരു പ്രയോജനം കിട്ടില്ല, UDFിനാണ് പ്രയോജനം കിട്ടിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബി.ജെ.പി ഒരു മതാധിഷ്ഠിത പാർട്ടിയായിട്ട് മാറ്റിയത് ബി.ജെ.പിയുടെ ഇവിടുത്തെ നേതൃത്വമാണ്. അവർ അമ്പലത്തിൽ ഉത്സവം നടത്താൻ പോവും, പിന്നെ കൊടിമരം എടുക്കാൻ പോവും, തേര് തലയിലെടുക്കാൻ പോവും. ഇതൊന്നും അവർ ഭക്തന്മാരെന്നുള്ള നിലയിൽ ചെയ്തോട്ടെന്നേ. ഞാൻ എൻ്റെ അമ്പലത്തിൽ പോയി തൊഴുന്നതിന് ബി.ജെ.പിക്കാരൻ്റെ സഹായം വേണം. ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ കാര്യമാണ്. എൻ്റെ മതവിശ്വാസത്തിനെ രാഷ്ട്രീയ വിശ്വാസത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ബി.ജെ.പിയുടെ നേതൃത്വത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് രാജീവ് ചന്ദ്രശേഖരൻ എടുത്തത്. അതുകൊണ്ടാണ് എനിക്ക് രാജീവ് ചന്ദ്രശേഖരനോട് ബഹുമാനം. അദ്ദേഹം ജയിക്കോ തോക്കോ അല്ലെങ്കിൽ അത് ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം വിജയിപ്പിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ബി.ജെ.പിയുടെ സ്ട്രക്ചർ എനിക്കറിയാവുന്നതാണ് ഞാനത് പറയുന്നത്. പക്ഷേ വിഷയം വികസനത്തിലേക്ക് മാറ്റാൻ രാജീവ് ചന്ദ്രശേഖരൻ കഴിഞ്ഞു. എന്തായാലും ഈ ശബരിമല സ്വർണ്ണപ്പാളിയെ തൊടാതിരുന്നത് കൃത്യമായിട്ട് കോൺഗ്രസിന് ഗുണം ചെയ്തു. അപ്പോൾ കോൺഗ്രസിന് ഗുണം ചെയ്തതിനകത്ത് ആ ഒരു പാട്ട് പോറ്റിയേ കേറ്റിയേ സ്വർണ്ണം ചെമ്പായി മാറ്റിയേ എന്നുള്ള പാട്ട് കേട്ടില്ലേ?